കണ്ണാറ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി സുനോറോ പള്ളിയുടെ ജൂബിലി ആഘോഷ സമാപന സമ്മേളനം ഫെബ്രുവരി 16 ഞായറാഴ്ച നടന്നു. സമാപന പൊതുസമ്മേളനം ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഭദ്രാസന മെത്രോപൊലീത്ത കുര്യാക്കോസ് മോർ കിംലിമീസ് മെത്രോപൊലീത്ത അധ്യക്ഷത വഹിച്ചു. പൊതുസമ്മേളനത്തിൽ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ താക്കോൽദാനം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രവീന്ദ്രൻ നിർവഹിച്ചു. സഭാ ഭാരവാഹികൾ, സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് 16 വൈകിട്ട് 4:30 കണ്ണാറയിൽ നിന്നും കുടുംബ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ ഘോഷയാത്രയും നിയുക്ത കത്തോലിക്ക ബാവയ്ക്ക് സ്വീകരണവും പുണ്യശ്ലോകനായ ശ്രേഷ്ഠ ബസോലിയോസ് തോമസ് പ്രഥമൻ ബാബ അനുസ്മരണവും മെഗാ മാർഗം കളിയും പൊതുസമ്മേളനത്തിന് ശേഷം കലാസന്ധ്യയും യൂണിറ്റുകളുടെ സംയുക്ത വാർഷികവും കലാപരിപാടികളും നടത്തപ്പെട്ടു. പൊതുസമ്മേളനത്തിൽ എറണാകുളം ഡിസ്ട്രിക്ട് സെഷൻ ജഡ്ജ് ജസ്റ്റിസ് ഹണി എം വർഗീസ് പങ്കെടുത്തു. ട്രസ്റ്റി KP ബെന്നി കണ്ണേക്കാട്ടിൽ, സെക്രട്ടറി മനോജ് കദളിപ്പറമ്പിൽ, മാനേജിംഗ് കമ്മിറ്റി, ജൂബിലി കമ്മിറ്റി എന്നിവർ നേതൃത്വം നൽകി. കേരള ടൈംസ് മീഡിയ. കണ്ണാറ സുനോറോ പള്ളി സ്ഥാപിതമായതിൻ്റെ 50-ാം വാർഷികാഘോഷങ്ങൾ നമ്മളിവിടെ ഔപചാരികമായി സമാപിക്കുകയാണ്. സഭാവിശ്വാസികൾക്ക് മാത്രമല്ല സമൂഹത്തിനാകെ നന്മയും ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരിടമായാണ് ഞങ്ങളെല്ലാവരും സുനോറോ പള്ളിയെ നോക്കിക്കാണുന്നത് എന്ന് പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ടതുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എയ്ഡഡ് എന്നത് തന്നെ പുതിയ കാലത്തിലേക്ക് നടക്കാനുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ശ്രേഷ്ഠബാവ എത്രമാത്രം സ്നേഹത്തോടും വിനയത്തോടും പ്രാർത്ഥന വിശ്വാസത്തോടും കൂടിയാണ് ഈ സഭയെ നയിച്ചത് എന്ന് അനുഭവങ്ങളിലൂടെ കാണുകയും വ്യക്തിപരമായി ചെറുതെങ്കിലും ആ സ്നേഹലാളനങ്ങൾ ഏറ്റുവാങ്ങാൻ അവസരം കിട്ടുകയും ചെയ്ത ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു അവസാനം ഇവിടെ വെച്ച് കണ്ടത് നമ്മുടെ സുനോറോ പള്ളിയിൽ തന്നെ ഉള്ള ഒരു ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചു പോകുമ്പോൾ നേരത്തിനെത്താൻ പറ്റാത്തതുകൊണ്ട് ശ്രേഷ്ഠഭാവയെ കാണാനുള്ള ആഗ്രഹവും കൂടിയുള്ളത് കൊണ്ട് സത്യത്തിൽ എനിക്ക് തോന്നുന്നു റജിയോടൊക്കെ ചോദിച്ചിടത്തെല്ലാം പ്രാർത്ഥനയെന്ന സങ്കല്പത്തിലൂടെയും സമീപനത്തിലൂടെയും അതിനെ നയിക്കാൻ ശ്രേഷ്ഠഭാവ തയ്യാറായതിൻ്റെ കരുത്തുറ്റ ഓർമ്മകൾ സ്വാഭാവികമായിട്ടും ഈ 50-ാം വാർഷികാഘോഷത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോഴും നമ്മുടെ മനസ്സുകളിൽ നിറയേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നു. വളരെ അപമാനകരമായിട്ടുള്ള ചില വാർത്തകളുടെ കേന്ദ്രമായി ദൈവത്തിൻ്റെ സ്വന്തം നാടായ മലയാളത്തിൻ്റെ ദിനപത്രങ്ങൾ പോലും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മലയാളത്തിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന വസ്തുതകളല്ല. ഏതെങ്കിലും വിധത്തിൽ ആരുടെയെങ്കിലും പ്രത്യേകമായ കുറ്റമല്ല. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന വാർത്തകൾ മനസാക്ഷി മരവിപ്പിക്കുന്നതാണ്. തൻ്റെ സഹോദരിയുടെ 2.5 വയസ്സുള്ള കുഞ്ഞിനെ ചുമരിലേക്ക് എടുത്ത് വലിച്ചെറിഞ്ഞ് കൊല്ലാൻ ഹരികുമാർ എന്ന കൊലയാളിക്കുണ്ടായ താല്പര്യം എന്തായിരുന്നു എന്ന് പോലീസുകാരൻ്റെ സ്വാഭാവികമായ ചോദ്യം അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തും. ബഹുമാനപ്പെട്ട ഒരു ജസ്റ്റിസ് നമ്മുടെ വേദിയിലുണ്ട്. DYSP സ്ഥാനത്തുനിന്ന് ഒഴിഞ്ഞൊരാളാണ്. ത്തിലൂടെ നടക്കുന്ന നേരത്ത് എൻ്റെ വാട്സപ്പിൽ ഒരു സന്ദേശം വന്നു. സാധാരണ വാട്സപ്പിൽ ഒരു സന്ദേശം വന്നാൽ അതത് നേരത്തെ എടുത്തു നോക്കാൻ നേരമുണ്ടാകുന്നവരുടെ കൂട്ടത്തിൽ പെട്ട ഒരാളല്ല ഞാൻ എന്ന് നിങ്ങൾക്കറിയാം. കാരണം ഒഴിഞ്ഞ നേരത്തെ എപ്പോഴെങ്കിലുമാണ് അത് നോക്കാൻ അവസരം ഉണ്ടാവുക. പക്ഷേ ചൂരന്മലയിലെ ദുരന്തത്തിനിടയിൽ പരസ്പരം വിളിക്കാൻ റേഞ്ച് കിട്ടാത്ത ഒരിടമാണെന്നുള്ളത് കൊണ്ട് എപ്പോഴും സന്ദേശങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ട് ഞാൻ ലഭ്യമായ സന്ദേശം അർദ്ധരാത്രി നേരത്തെ അപ്പോൾ തന്നെ എടുത്തു നോക്കി. ആ സന്ദേശം അയച്ചത് ഒരു പെൺകുട്ടിയാണ്. സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി സുനോറോ പള്ളിയുടെ 50-ാമത് വാർഷികാഘോഷങ്ങളുടെ സമാപന ദിവസത്തിൽ നാം പരസ്പരം നിൽക്കുന്ന നേരം വരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയെന്ന് ആവർത്തിച്ച് ഞാൻ പ്രയോഗിക്കുമ്പോഴും അവളൊരു പെൺകുട്ടി മാത്രമല്ല, ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തത് കൊണ്ട് മലയാളത്തിൻ്റെ ഏറ്റവും വിശുദ്ധമായ പദങ്ങളിലൊന്നായ അമ്മ എന്ന പദം അലങ്കരിക്കാൻ അവസരം കിട്ടിയ അമ്മയായ ഒരു പെൺകുട്ടി.
3 വരികളാണ് ആ കുഞ്ഞിൻ്റെ, ആ പെൺകുട്ടിയുടെ സന്ദേശം. അവരിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മന്ത്രിയുടെ വാട്സപ്പിലേക്ക്. ആ സന്ദേശങ്ങൾ ഇങ്ങനെയാണ്: സാർ, ചൂരൽമലയിൽ നിന്ന് ലഭ്യമാകുന്ന കാഴ്ചകൾ കരളു പറിക്കുന്നതാണ്. ഇപ്പോൾ മുലകുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടു എന്ന വാർത്ത ഒരു ചാനൽ എഴുതി കാണിക്കുന്നു. മുലകുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടു എന്ന വാർത്ത ശരിയാണെങ്കിൽ നിറമാറുമായൊരമ്മ വെളിപ്പാടകല കാത്തിരിക്കുന്നുണ്ട് എന്നങ്ങ് അവരെ അറിയിക്കണം എന്നാണ് ആ കൊച്ചു പെൺകുട്ടി എനിക്കയച്ച സന്ദേശത്തിൻ്റെ 3 വരികൾ. അതാണ് മലയാളം. കാലദേശങ്ങൾക്കപ്പുറത്ത് പേരറിയാത്തൊരു നാട്ടിൽ രക്തബന്ധം പോലുമില്ലാത്തൊരു കുഞ്ഞ് മുല കുടിക്കാൻ പറ്റാതെ ചുണ്ട് വിറയ്ക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ നിറമാറു ചുരത്തുന്നതാണ് മലയാളത്തിൻ്റെ മാതൃത്വം എന്നുള്ളതാണ് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ഈ കേരളത്തിൻ്റെ കരുത്ത് എന്ന തിരിച്ചറിവോടെ മനുഷ്യരായ മക്കളെ സൃഷ്ടിക്കാനുള്ള മഹായാത്രയിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കണം, ഒരുപോലെ മുന്നേറണം. എല്ലാ ഘട്ടത്തിലും നിങ്ങളോടൊപ്പം ആ വിധത്തിൽ ഞങ്ങളെല്ലാവരും ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ 50ാമത് വാർഷികാഘോഷ സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനം ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.